കൊച്ചി പൊന്നാരിമംഗലത്ത് സീപ്ലെയിൻ ഒരുക്കി ശ്രദ്ധ നേടുകയാണ് ഒരു 57-കാരൻ. ഷേബിൾ ഡിസൂസ എന്ന വെൽഡിംഗ് വർക്ക്ഷോപ്പ് തൊഴിലാളിയാണ് വിനോദസഞ്ചാര മേഖലയ്ക്ക് പുതിയ ആശയമൊരുക്കി ശ്രദ്ധ നേടുന്നത്. ചില മനുഷ്യരുടെ സ്വപ്നങ്ങൾക്ക് ചിറകുകളുണ്ട്. ആകാശത്തോളം സ്വപ്നം കാണുമ്പോൾ അതിനേക്കാൾ ഉയരത്തിൽ പറക്കാൻ കഴിയുന്ന വർണ്ണ ചിറകുകൾ. ഇവിടെ എൻ്റെ ഫാദറിന് ഒരു വർക്ക്ഷോപ്പ് ഉണ്ടായി. ആ ഫാദറിൻ്റെ കൂടെ ഞാനൊരു 13 വയസ്സിൽ ഈ വെൽഡിംഗ് പണിക്ക് ഇറങ്ങിയതാണ്. ഇവിടെ പാലം വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഒരു ടൂറിസത്തിൻ്റെ ഒരു ഇത് ചെയ്യണമെന്നുള്ളൊരു ആഗ്രഹം വന്നു. അങ്ങനെ 2018 ഞാനൊരു മാരുതി ഒമിനി, ഞാനും എൻ്റെ മകൻ ഗോഡ്സനും കൂടി മാരുതി ഒമിനിയുടെ ഒരു എൻജിൻ വെച്ചിട്ട് ഞാനൊരു സീപ്ലെയിൻ ഇറക്കി. ആകാശ സ്വപ്നങ്ങൾക്ക് അതിരുകൾ ഉണ്ടാവരുത്. കൗതുകത്തോടെ കാണുന്ന വിമാനം ഒരു പൊന്നാരിമംഗലംകാരൻ ഇട്ടാവട്ടത്തൊരുക്കുമ്പോൾ സാധാരണക്കാരന്റെ കുന്നോളമുള്ള ആഗ്രഹങ്ങൾ കൂടി സാധ്യമാകുന്നു. അപ്പം നമ്മൾ ഒരു സാധാരണക്കാരാണ്. അപ്പം അതുകൊണ്ട് ഒരു പാവപ്പെട്ടവർക്ക് ഒരു വെള്ളത്തിൽ കൂടി മുകളിൽ കൂടി പറക്കാൻ അവർക്ക് ആഗ്രഹങ്ങളുണ്ടാവും. ആ ഒരു ഭാവനയിൽ ഞാൻ താഴത്തുകൂടി പോകാൻ, ഏറ്റവും ചിലവ് കുറച്ച് താഴത്തുകൂടി പോകാനുള്ള ഒരു സീപ്ലെയിൻ ഇപ്പം നമ്മൾ മെട്രോ കോടികൾ കൊടുത്ത് സർക്കാർ ഇറക്കണം. എനിക്കിത് കോടികളും വേണ്ട. ഒരു 10 ലക്ഷം രൂപ സർക്കാർ തന്നാൽ ഇതേപോലത്തെ 5 പേർക്ക് കയറുന്ന 10 പേർക്ക് കയറുന്ന സാധനങ്ങൾ ഇറക്കി. കൊച്ചു കേരളത്തിന്റെ സൗന്ദര്യം തേടിയെത്തുന്ന സഞ്ചാരികൾക്ക് ഷേബൽ നൽകുന്ന പുത്തൻ ആശയം, പണിയെടുക്കുന്ന സാധാരണക്കാർക്ക് തുറന്നിടുന്ന തൊഴിലവസരങ്ങൾ, അതുകൂടിയാണ് സീപ്ലെയിൻ. പക്ഷേ ഇതിനെല്ലാം സർക്കാരിന്റെ അനുമതി വേണമെന്ന് മാത്രം. ഇതെനിക്ക് ഇനി ഇതും മുന്നോട്ട് കൊണ്ടുപോകാനും കുറച്ച് പേർക്ക് തൊഴിൽ കൊടുക്കാനും ആഗ്രഹമുണ്ട്. സർക്കാർ എനിക്കിതിന് അനുമതിയും ഇതിൻ്റെ സപ്പോർട്ടും ചെയ്തു കഴിഞ്ഞാൽ ഞാൻ നമ്മുടെ ആലപ്പുഴ, കുമരകം അങ്ങനെയുള്ള എല്ലാ റിസോർട്ടുകളിലും ഇത് ഇറക്കി കൊടുക്കാനുള്ള ഒരു പരിപാടിയുണ്ട്. ഒരു പൊന്നാരിമംഗലംകാരന്റെ സ്വപ്നങ്ങൾക്ക് ചിറകുകളുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാതിരിക്കാൻ പറ്റുമോ? എന്നാൽ അങ്ങനെ ആ ഒരു കലാബോധത്തിൽ നിന്നും വന്നു കഴിഞ്ഞാൽ ഏറ്റവും നല്ല ഒരു സൃഷ്ടി തന്നെയാണ് ഈ കിടക്കുന്ന സീപ്ലെയിൻ എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും ഇല്ല. എന്തായാലും കേരളത്തിന്റെ ടൂറിസം മേഖലയ്ക്ക് പുതുജീവൻ നൽകുന്ന ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു സീപ്ലെയിൻ തന്നെയാണ് ഈ കിടക്കുന്നത്. ക്യാമറാമാൻ ജിഷ്ണു കെയറിനൊപ്പം വിജിത, കേരള വിഷൻ ന്യൂസ്, കൊച്ചി.